നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA-യുമായ മാത്യു കുഴൽനാടനെതിരെ കേസെടുത്ത റവന്യൂ വകുപ്പ്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനം. ബജറ്റ് ഫെബ്രുവരി 5-ന് തന്നെ അവതരിപ്പിക്കും. ജോർദാനിൽ 3 US സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിൽ യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സൂചന. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ വിശദീകരണം തേടി കേന്ദ്രം. വാർത്തകൾ വിശദമായി. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA-യുമായ മാത്യു കുഴൽനാടനെതിരെ കേസെടുത്ത റവന്യൂ വകുപ്പ്. ചിന്നക്കനാലിൽ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പാണ് MLA-ക്കെതിരെ കേസെടുത്തത്. ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് കുഴൽനാടന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ പ്രവർത്തിക്കുന്ന എറ്റേണോ കപ്പിത്താൻ റിസോർട്ടിനോട് ചേർന്ന് 50 സെന്റ് ഭൂമി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ 50 സെന്റ് സർക്കാർ ഭൂമി തിരികെ പിടിക്കാൻ ഇടുക്കി കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കളക്ടറുടെ നടപടി. ഇതിനിടെയാണ് ഭൂമി കയ്യേറ്റത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയോടെയാണ് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിന്റെ കഥകൾ പുറത്തുവന്നത്. 2021-ലാണ് 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിലെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടന്റെ 2 പത്തനംതിട്ട സ്വദേശികളുടെയും പേരിൽ വാങ്ങിയത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചുവെന്ന ന്യായീകരണത്തിലൂടെ ഇത് മാത്യു കുഴൽനാടൻ പ്രതിരോധിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തതിന്റെ പ്രതികാരമായുള്ള വേട്ടയാടലാണെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. അന്വേഷണവുമായി മുന്നോട്ടു പോയ വിജിലൻസ് ഭൂമി അളക്കാൻ തയ്യാറായതോടെയാണ് ചിത്രം മാറിയത്. മാത്യു കുഴൽനാടന്റെ കൈവശം ചിന്നക്കനാലിൽ 50 സെന്റ് അധിക ഭൂമിയുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഇത് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനു ശേഷം റവന്യൂ വകുപ്പും ശരിവെച്ചു. ഇത് സംബന്ധിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും നൽകി. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധികമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളന്നിരുന്നു. ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത്. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനം. ഫെബ്രുവരി 15-ന് സമ്മേളനം അവസാനിപ്പിക്കാനാണ് കാര്യോപദേശക സമിതി തീരുമാനിച്ചത്. നേരത്തെ മാർച്ച് 20 വരെയായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത്. ബജറ്റ് ഫെബ്രുവരി 5-ന് തന്നെ അവതരിപ്പിക്കും. ബജറ്റ് ചർച്ച 12 മുതൽ 15 വരെ നടത്താനാണ് തീരുമാനം. ജനുവരി 25 മുതൽ മാർച്ച് 27 വരെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ചേരാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുണ്ടായി. സഭ വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനായി ചേർന്ന യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. UDF ജാഥ നടക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നു. ബജറ്റ് തീയതി ഫെബ്രുവരി 5-ൽ നിന്ന് 2-ലേക്ക് മാറ്റുകയും ബജറ്റ് ചർച്ച ഫെബ്രുവരി 12, 13, 15 തീയതികളിൽ നിന്നും മാറ്റി 5, 6, 7 തീയതികളിൽ നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം സർക്കാർ തള്ളുകയായിരുന്നു. തീയതി ഒരു കാരണവശാലും മാറ്റാനാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തുടർന്ന് സഭാ നടത്തിപ്പിനോട് പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ടെന്നും ആ സഹകരണം ഭരണപക്ഷം കാണിക്കുന്നില്ലെന്നും VD സതീശൻ മറുപടി നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം നാട്ടുകാർ കാണുന്നുണ്ടെന്നും ആ തരത്തിൽ സംസാരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സമാനമായ രീതിയിൽ തന്നെ മറുപടി നൽകി പ്രതിപക്ഷം കാര്യോപദേശക സമിതിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയ തീരുമാനം എടുത്തത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഗൺമാൻ അനിൽകുമാറിനോടും സുരക്ഷാ ഉദ്യോഗസ്ഥൻ S സന്ദീപിനോടും ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഇന്ന് അവധിയിലാണെന്നാണ് ഇവർ ആലപ്പുഴ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 15-ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നവകേരള ബസിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജൂവൽ കുര്യാക്കോസ്,
KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവരെ വളഞ്ഞിട്ട് തല്ലിയ കേസിലാണ് നടപടി. അനിൽകുമാറിനും S സന്ദീപിനും പുറമെ കണ്ടാലറിയാവുന്ന മറ്റ് 3 ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ക്രൂരമർദ്ദനത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക നടപടിയെന്നായിരുന്നു പോലീസിന്റെ ന്യായം. തുടർന്ന് ഇവരുടെ പരാതിയിൽ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ശേഷമാണ് കേസെടുത്തത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഗൺമാൻ അനിൽ ഇന്നും മുഖ്യമന്ത്രിക്കൊപ്പം സഭയിലെത്തി. ജോലി തിരക്കില്ലാത്ത ദിവസം ഹാജരാകാമെന്നാണ് നിലപാട്. കോൺഗ്രസ് സംഘടിപ്പിച്ച DGP ഓഫീസ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. K. മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയെ തുടർന്നാണ് നടപടി. 15 ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് KPCC നടത്തിയ മാർച്ചിന് നേരെയാണ് പോലീസ് അക്രമം ഉണ്ടായത്. വിഷയത്തിൽ ഡിസംബർ 28-നാണ് K. മുരളീധരൻ താനടക്കമുള്ള ജനപ്രതിനിധികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തയച്ചത്. സമാധാനപരമായി പുരോഗമിച്ച DGP ഓഫീസ് മാർച്ചിനിടെ നേതാക്കളടക്കം ഉണ്ടായിരുന്ന വേദിയിലേക്ക് കണ്ണീർ വാതക ഷെല്ലെറിഞ്ഞ് പോലീസ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും ഉപയോഗിച്ചത്. പിന്നാലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണിത്. KPCC അധ്യക്ഷൻ K. സുധാകരനെ 1-ാം പ്രതിയും പ്രതിപക്ഷ നേതാവ് VD സതീശനെ 2-ാം പ്രതിയുമാക്കിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ അടക്കമുള്ളവരും കണ്ടാലറിയാവുന്ന 500ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സൂചന. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതുപ്രകാരം 2 മാസത്തേക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തിവെക്കും. ഇതിനു പകരമായി 100 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യും. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും സംബന്ധിച്ച് ഞായറാഴ്ച പാരീസിൽ വിശദമായ ചർച്ച നടക്കും. ഇതിനുശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി CIA ഡയറക്ടർ വില്യം J. ബൂൺസിനെയും ബൈഡൻ അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ, ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് ചർച്ച നടത്തും. ഈ ചർച്ചകളിൽ പുരോഗതിയുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെറ്റ് മക്ഗുർഗിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് US പ്രസിഡന്റിന്റെ പദ്ധതി. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയുമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം പലസ്തീൻ സഹായം എത്തിക്കുന്ന UN ഏജൻസിക്കുള്ള ധനസഹായം US-ഉം UK-യും നിർത്തി. UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ നൽകുന്ന ഫണ്ടാണ് നിർത്തിയത്. ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ചില UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് ധനസഹായം നിർത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് KSRTCയുടെ പമ്പുകളിൽ നിന്ന് ഡീസൽ നൽകാൻ ആലോചന. തുടക്കമെന്ന നിലയിൽ തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ അധീനതയിലുള്ള വാഹനങ്ങൾക്ക് KSRTC യാത്രാ ഫ്യൂവൽസിൽ നിന്ന് ഇന്ധനം നിറയ്ക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കിഴക്കേക്കോട്ടയിലെ യാത്രാ ഫ്യൂവൽസ് പമ്പിൽ നിന്ന് കരാറടിസ്ഥാനത്തിൽ 45 ദിവസത്തേക്ക് 1 ലക്ഷം രൂപ വരെ കടം അനുവദിച്ചുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിനാണ് സൗകര്യം ചെയ്തിട്ടുള്ളത്. ഇത് വകുപ്പിന്റെ മറ്റു വാഹനങ്ങൾക്കും ഉടൻ തന്നെ ബാധകമാക്കാനാണ് ആലോചന. സ്വന്തം വകുപ്പിന് കീഴിലുള്ള KSRTCക്ക് തിരുവനന്തപുരം നഗരത്തിൽ 6 പമ്പുകൾ ഉണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ സ്വകാര്യ പമ്പുകളെ ആശ്രയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി KB ഗണേഷ് കുമാർ മുൻകൈയെടുത്താണ് പുതിയ നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം. ഇന്ധന വിൽപ്പനയിലൂടെ KSRTCയുടെ
ടിക്കറ്റ് ഇതര വരുമാനം കൂടുകയെന്ന ലക്ഷ്യവും പുതിയ നിർദ്ദേശത്തിന് പിന്നിലുണ്ട്. ജില്ലാ ആസ്ഥാനങ്ങളടക്കം ഒട്ടേറെ നഗരങ്ങളിൽ KSRTCയുടെ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് സ്ഥലം പാട്ടത്തിന് നൽകിയാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ലീസിന് പുറമെ 1 ലിറ്റർ ഡീസൽ വിൽക്കുമ്പോൾ KSRTCക്ക് 3 രൂപയോളം ലഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും KSRTCയുടെ പമ്പുകളിൽ നിന്ന് ഇന്ധനമടിച്ചാൽ കോർപ്പറേഷന് വലിയ വരുമാന വർധനയുണ്ടാകും. ഇതിന് ഉന്നത തലത്തിൽ ആലോചന നടക്കുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം വിവിധ വകുപ്പുകൾക്ക് ഡീസൽ നൽകുമ്പോൾ വൻ തുക കുടിശ്ശിക വരുമോ എന്ന ഭയവും കോർപ്പറേഷനിലെ ഒരു വിഭാഗം പങ്കുവെക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ ഇനത്തിൽ സംസ്ഥാനത്തെ 1521 പെട്രോൾ പമ്പുകൾക്ക് 100 കോടിയോളം രൂപ നൽകാനുണ്ട്. വടക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം US സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ബൈഡന്റെ ആരോപണം. ഉത്തരവാദികളെ കണ്ടെത്തുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. US സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 34 സൈനികർക്കാണ് പരിക്കേറ്റത്. കൂടുതൽ പേർ ചികിത്സ തേടുന്ന സാഹചര്യത്തിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. മികച്ച ചികിത്സയ്ക്കായി 8 സൈനികരെ ജോർദാനിൽ നിന്നും ഒഴിപ്പിച്ചതായും ഇവരുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുന്നതുമായാണ് വിവരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇറാഖിലും സിറിയയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും 150ഓളം തവണയാണ് US സൈനികർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയൻ അതിർത്തിയോട് ചേർന്നാണ് ആക്രമണമുണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത്. സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഈ മേഖലയിൽ US സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ്. US സൈനിക താവളങ്ങൾക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജീവഹാനി ഉണ്ടാകുന്നതും ആദ്യമായാണ്. ഇറാഖിലും സിറിയയിലുമുള്ള US സൈനികരെ ഉന്നമിട്ട് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് 3 പേർ കൊല്ലപ്പെട്ടത്. സമീപകാലത്തായി US സൈനികർക്കെതിരെ ഈ മേഖലയിൽ 158 ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായതായാണ് കണക്ക്. ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് പലതവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും US സൈന്യത്തിന് കാര്യമായ നാശമുണ്ടാക്കിയിരുന്നില്ല. മാലിദ്വീപ് പാർലമെന്റിനുള്ളിൽ തമ്മിലടിച്ച് ഭരണപ്രതിപക്ഷ MP-മാർ. പുതുതായി അധികാരമേറ്റ മുഹമ്മദ് മുയിസ് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് പാർലമെന്റ് അംഗങ്ങൾ ഏറ്റുമുട്ടിയത്. പ്രതിപക്ഷാംഗങ്ങൾ വോട്ടെടുപ്പ് തടയാൻ ശ്രമിച്ചതോടെയാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഭരണസംഘത്തിലെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്, പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് പാർട്ടികളുടെ MP-മാരും പ്രതിപക്ഷത്തുള്ള മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി MP-മാരുമാണ് ഏറ്റുമുട്ടിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. MP-മാർ പരസ്പരം മർദ്ദിക്കുന്നതിന്റെയും ചവിട്ടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പാർലമെന്റിൽ നിന്ന് പുറത്തു വന്നത്. ഭരണകക്ഷിയിലെ 4 അംഗങ്ങൾ മുയൂസുവിന്റെ മന്ത്രിസഭയിൽ ചേരുന്നതിന് അംഗീകാരം നൽകാൻ മാലദ്വീപ് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള MDP വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. ചേംബറിൽ കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ MP-മാരെ ഭരണപക്ഷ MP-മാർ തടയാൻ ശ്രമിച്ചു. MP-മാർ പരസ്പരം കാലിലും മുടിയിലും പിടിച്ചു വലിക്കുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട്. ഒരു MP മറ്റൊരു അംഗത്തിന്റെ കഴുത്തിന് പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പരിക്കേറ്റ ഒരു MP-യെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യം പ്രാദേശിക വാർത്താ മാധ്യമം പുറത്തുവിട്ടു. സ്പീക്കറെ സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പാർലമെന്റ് അംഗം വുവുസേല മുഴക്കുന്നതും ദൃശ്യത്തിലുണ്ട്. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും DGP-ക്കുമാണ് കൈമാറിയത്. CRPF-ന് ഉപയോഗിച്ച് Z+ സുരക്ഷ കൈമാറണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സുരക്ഷാ ക്രമീകരണം നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ പ്രതിനിധികൾ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഗവർണർക്ക് CRPF കമാൻഡോകളുടെ Z+ സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ബംഗളൂരുവിൽ നിന്നുള്ള CRPF-ന്റെ പ്രത്യേക VIP സെക്യൂരിറ്റി സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. 41 പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും. ഗവർണർ രാജ്യത്ത് എവിടെ പോയാലും
Z+ സുരക്ഷയൊരുക്കണമെന്നാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. VIP സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച CRPF സേനാംഗങ്ങൾക്ക് ബാരക്കും മെസ്സും ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശം നൽകി. ഗവർണർ താമസിക്കുന്ന സ്ഥലവും യാത്രയുമെല്ലാം ഈ സുരക്ഷാ ടീമിന്റെ ചുമതലയിലായിരിക്കും.